പരവൂർ ദേശത്തിൻ്റെ അനുഷ്ഠാന ദേവതയും ഇഷ്ടവരദായിനിയുമായ പുറ്റിങ്ങൽ തമ്പുരാട്ടി കുടികൊള്ളുന്നതും പരിപാവനവും പൗരാണികവുമായ ആചാരങ്ങൾ സംരക്ഷിച്ചു പോരുന്നതുമായ പുറ്റിങ്ങൽ ദേവീക്ഷേത്രം ഒരു നാടിൻ്റെയാകെ ചൈതന്യവും ഐശ്വര്യവുമായി നിലകൊള്ളുന്നു. ക്ഷേത്രോൽപത്തി ഐതിഹ്യത്തിൻ്റെ പ്രതീകമായി ആദിമൂലസ്ഥാന സന്നിധിയിൽ അമ്മയെ കണ്ടെടുത്ത കുറവൻ്റരികം കാടുജാതി മഠത്തിലെ കാളിക്കുറുമ്പ സന്താനങ്ങൾ അമ്മയെ വാഴ്ത്തിപ്പാടിയാടുന്ന കമ്പിടികളി ഒരു ആചാരാനുഷ്ഠാന അവകാശമായി എന്നും തുടരുകയാണ്. ദേവപ്രശ്നചാർത്തിൽ വളരെ പ്രാധാന്യത്തോടെ പ്രതിപാദിച്ച ഒന്നാണ് കുറവ വിഭാഗത്തിൻ്റെ ഉപചാരണാദികൾ കൈക്കൊണ്ട ഭദ്രകാളി ചൈതന്യമാണ് ആരൂഢം എന്നത്. ഇതിന്മേൽ ഈ വിഭാഗത്തിന് ഇവിടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ചില വിശേഷ അധികാരങ്ങളുണ്ട്. അതിന് വിഘ്നം വന്നാൽ ദേവീകോപം ഉണ്ടാകുവാനും നാടിന് ദോഷങ്ങൾ സംഭവിക്കുവാനും കാരണമാകയാൽ കീഴ്ജാതിക്കാരുടെ പൂർവാചാരങ്ങൾ പുറ്റിങ്ങൽ മണ്ണിൽ പൂർവാധികം ഭംഗിയായി നടത്തപ്പെടേണ്ടതുണ്ട്. മൺപുറ്റിൽ നിന്നും ദേവിയെ ആദ്യമായി സ്പർശിച്ച അമ്മയുടെ സന്താനങ്ങൾ നാടിൻ്റെ സന്തോഷത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പുറ്റിങ്ങൽ കമ്പടികളി പുറ്റിലമരുന്ന ശ്രീമൂലസ്ഥാനത്തും പുറ്റിങ്ങൽ അമ്മയുടെ തിരുമുൻപിലും കാണിക്കയായി അർപ്പിച്ചു വരികയാണ്. ഈ വർഷത്തെ പരവൂർ പുറ്റിങ്ങൽ മീനഭരണി മഹോത്സവം 1-ാം ദിവസം 2026 മാർച്ച് 16 1201 മീനം 2 തിങ്കളാഴ്ച തൃക്കൊടിയേറ്റ് കർമ്മത്തിന് ശേഷം അമ്മയെ സ്തുതിച്ചുകൊണ്ട് ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമായി പൗരാണികമായി അനുഷ്ഠിച്ചു വരുന്ന ഈ ഒരു കമ്പിടികളി പൂർവാചാര ചടങ്ങുകളോടെ നടത്തപ്പെടുകയാണ്. എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നമുക്ക് അമ്മയുടെ ആദിമൂലസ്ഥാനം അതൊരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. കാരണം നമ്മുടെ പുറ്റിങ്ങൽ അമ്മയെ കണ്ടെടുത്തത് അതൊരിക്കലും നമുക്ക് വിട്ട് കളയാൻ കഴിയാത്തതുമാണ്. നമ്മുടെ കാടുജാതിയിലെ ആ ഒരു അനുഷ്ഠാന കല ഇന്നും നമ്മുടെ പുറ്റിങ്ങലെ അതേപോലെ തന്നെ